بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، الله سبحانه وتعالى അവൻ നമ്മുടെ കൂടെയുണ്ടോ? ഹലില്ലാഹു മഅനാ, അള്ളാഹു നമ്മുടെ കൂടെ ഉണ്ടോ? അല്ലാഹു മഅനാ ബിൽ ഇൽമി വൽ ഇഹാതതി. അള്ളാഹു നമ്മുടെ കൂടെ അവൻ്റെ അറിവ് കൊണ്ടും അവൻ്റെ ഇഹാത്ത കൊണ്ടും ഉണ്ട്. മുഅ്മിനീങ്ങളുടെ കൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഉണ്ട് എന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം എന്താണ്? ദേശീട്ടുള്ളതാണ്. അള്ളാഹു മുഅ്മിനീങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ സഹായം കൊണ്ട്, അള്ളാഹുവിൻ്റെ പ്രത്യേക പരിഗണന, അള്ളാഹുവിൻ്റെ പ്രത്യേക സഹായം, അള്ളാഹുവിൻ്റെ സപ്പോർട്ട്, അതിനാൽ മുഅ്മിനീങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ട്. തയ്യിബ്, അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ കൂടെയുണ്ട്. അള്ളാഹു കൂടെയുണ്ട് എന്നത് അള്ളാഹുവിൻ്റെ ദാത്ത് ഇവിടെ ഉണ്ട് എന്നാണോ? അള്ളാഹു ഇവിടെ ഉണ്ട് എന്നാണോ? നമ്മുടെ അടുത്ത് ആണോ? അല്ല, പക്ഷെ അള്ളാഹുവിൻ്റെ അറിവ് കൊണ്ടാണ്. അള്ളാഹു എവിടെയാണപ്പോൾ? അള്ളാഹു ആകാശത്താണ്. അലൽ അർശി ഇസ്തവ, അള്ളാഹു അലൽ അർശി ഇസ്തവ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ നമ്മളോട് പറയുകയാണ്, ഹുവല്ലദീ ഖലഖസ്സമാവാതി വൽ അർദ ഫീ സിത്തത്തി അയ്യാം. അവനാകുന്നു ആകാശഭൂമികളെ, ആകാശങ്ങളെയും ഭൂമിയെയും 6 ദിവസങ്ങളിലായി സൃഷ്ടിച്ചവൻ. 6 ദിവസങ്ങളിലായി 6 ദിവസങ്ങളിലായി ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. അള്ളാഹു സൃഷ്ടിച്ചതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ, ആരെങ്കിലും കരുതുന്നത് പോലെ മുസ്ലിമീങ്ങൾക്ക് കരുതൽ അനുവദനീയമല്ല. ഒരു ദിവസം അത് പൊട്ടിത്തെറിച്ചതാണെന്നും അങ്ങനെ പിന്നീടത് അങ്ങനെ ചൂട് വന്നുവെന്നോ തണുപ്പ് വന്നുവെന്നോ അങ്ങനെ, അതായത് ബുദ്ധിക്കൊരിക്കലും യോജിക്കാത്ത രൂപത്തിലുള്ള സംസാരങ്ങൾ മുഅ്മിനിന് യോജിച്ചതല്ല. അവർ തന്നെ പറയുന്നതാണ്, ഒരു സാധനം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? ആദ്യം ആറ്റം വേണം, പിന്നെ 2 ആറ്റം ആകണം, അതിൻ്റെ ഉള്ളിൽ ന്യൂക്ലിയസ് വേണം, ആ ന്യൂക്ലിയസിനുള്ളിൽ ഇലക്ട്രോൺ വേണം, പ്രോട്ടോൺ വേണം, പിന്നെ ആറ്റങ്ങൾ കൂടി തന്മാത്രകൾ ഉണ്ടാകണം, അവ കൂടി അതുണ്ടാകണം, ഇതുണ്ടാകണം. ഇതൊക്കെ താനേ നടന്നു. ഒരു ഉണ്ട ഉണ്ടായി, ആ ഉണ്ട പൊട്ടിത്തെറിച്ചു. ഇതൊരു മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം വിശ്വസിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. നമ്മളുടെ വിഷയം അതല്ല. ഇമാം അബൂ ഹനീഫ റഹിമഹുള്ളാഹിയെ കുറിച്ചൊരു സംഭവം പറയുന്നത് കേൾക്കാം. ഒരു സംവാദം, ഒരു യുക്തിവാദി എന്ന് പറയുന്ന ഒരുത്തനും അദ്ദേഹവുമായുള്ള ഒരു സംവാദത്തിനെ കുറിച്ചുള്ളൊരു സംഭവം. യുക്തിവാദി വെല്ലുവിളിച്ചു, സമയമായി, അബൂ ഹനീഫയെ കാണുന്നില്ല. യുക്തിവാദി ചോദിച്ചു, ഞാൻ ജയിച്ചു, കാരണം എന്താണ്? ഇയാൾ വന്നില്ല, ഇസ്ലാമിക ഭാഗത്തു നിന്ന് സംസാരിക്കാൻ ആരുമില്ല. കുറേ നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും കാത്തുനിന്ന അബൂ ഹനീഫ ഇമാം അതാ വരുന്നു. എന്താ നിങ്ങളിങ്ങനെ നേരം വൈകിയത്, ഇത്ര നേരമായിട്ട്? അപ്പോൾ പറഞ്ഞു, ഞാനിങ്ങനെ വരുന്ന വഴിക്ക് ഒരു പുഴ ഉണ്ടായിരുന്നു, പുഴ നോക്കുമ്പോൾ വഞ്ചിയില്ല, പുഴയിൽ നോക്കുമ്പോൾ വഞ്ചിയില്ല. അങ്ങനെ ഞാൻ വിഷമിച്ച് നിൽക്കുമ്പോൾ അതാ ഒരു മരം മുറിഞ്ഞ് വീഴുന്നു. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മരം പലകകളാകുന്നു, അത് വഞ്ചിയാകുന്നു, എൻ്റെ അടുത്തേക്ക് നീങ്ങി വരുന്നു, എന്നെ കയറ്റുന്നു, ഇപ്പുറത്തേക്ക് എത്തിക്കുന്നു. അങ്ങനെ സമയമെടുത്തു. പക്ഷെ ഇതൊക്കെ നടക്കാൻ സമയം വേണ്ടേ? അങ്ങനെ കുറച്ച് സമയമെടുത്തു. അയാൾ ഉടനെ തന്നെ കളിയാക്കി, എന്തൊക്കെ പൊട്ടത്തരങ്ങളാണ് ഈ പറയുന്നത്. ഉടനെ തന്നെ ആളെന്ത് ചെയ്തു? കളിയാക്കി. എന്താണ് ഈ പറയുന്നത്? എന്ത് വിവരക്കേടാണ് ഈ സംസാരിക്കുന്നത്? ഇങ്ങനെയാണോ ഒരു സംവാദത്തിന് വരുന്ന ആൾ സംസാരിക്കുന്നത്? അപ്പോൾ തിരിച്ചു വെച്ചു, ഒരു വഞ്ചി താനേ ഉണ്ടാവില്ലെങ്കിൽ ഈ വഞ്ചി നടന്ന മുറിഞ്ഞ മരവും പുഴയും
അതുപോലെ ഞാനും ഇതൊക്കെ വെറുതെ ഉണ്ടാവുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്ന ഒരു 5 താനെ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും ചെയ്യും. അതെങ്ങനെ ശരിയാവും? അങ്ങനെ സംവാദം അവസാനിച്ചു. എന്താണ് സംഭവം? അല്ലാഹു ആലം. എന്തായാലും അള്ളാഹു 6 ദിവസങ്ങളിലായിട്ടാണ് ആകാശങ്ങളെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ثم استوى على العرش. പിന്നെ അവൻ അർശിൽ ആരോഹിതനായി. എങ്ങനെയെന്ന് നമുക്കറിയില്ല. അവൻ അർശിന് മുകളിലാണ്. അവൻ എവിടെയാണ്? അള്ളാഹു അർശിന് മുകളിലാണ്. യഅലമു മാ യലിജു ഫിൽ അർദി വമാ യഖ്റുജു മിൻഹാ. ഭൂമിയിലേക്ക് കടക്കുന്നതും പുറത്തു പോകുന്നതുമെല്ലാം അള്ളാഹു അറിയുന്നു. വമാ യൻസിലു മിനസ് സമാഇ വമാ യഅർജു ഫീഹാ. ആകാശത്ത് നിന്ന് ഇറങ്ങുന്നതും അതിലേക്ക് കയറിപ്പോകുന്നതും അള്ളാഹു അറിയുന്നു. എന്ന് പറയാൻ അതേ ആയത്തിൽ വഹുവ മഅകും ഐനമാ കുൻതും. നിങ്ങൾ എവിടെയായിരുന്നാലും അവൻ നിങ്ങളുടെ കൂടെയുണ്ട്. അപ്പോൾ ഒരേ ആയത്തിൽ അള്ളാഹു പറയുക അവൻ അർശിന് മുകളിലാണെന്ന്, അതേ ആയത്തിൽ തന്നെ അള്ളാഹു പറയുക നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു കൂടെയുണ്ട് എന്ന്. അപ്പോൾ വൈരുദ്ധ്യമാണോ? വൈരുദ്ധ്യമല്ല. മറിച്ച് അള്ളാഹു അർശിന് മുകളിലാണ്. അവൻ അവൻ്റെ ഇൽമിനാൽ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെവിടെയായിരുന്നാലും. മനസ്സിലായോ? ഇതൊരിക്കലും കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ബാറക്കല്ലാഹു ഫീക്കും. ഈ ആയത്ത് കഴിഞ്ഞ ദിവസം പറയാൻ പറ്റിയിരുന്നില്ല. ഈ ആയത്ത് അതിൽ തെളിവായ മറ്റൊരായത്താണത്. അർശിന് മുകളിലാണ് എന്നൊരു അതേ ആയത്തിൽ തന്നെ പറയുക, അതേ ആയത്തിൻ്റെ അവസാനത്തിൽ പറയുക അവൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്ന് പറയുക. അടുത്ത ചോദ്യം, മഅനൽ ഇസ്ലാം. ഇസ്ലാമിൻ്റെ അർത്ഥം എന്താണ്? ഇസ്ലാം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? അല്ലെങ്കിൽ വാക്കിൻ്റെ അർത്ഥം നമുക്കറിയാം, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഫഇദാ ഖീല ലക, നിന്നോട് ചോദിക്കപ്പെട്ടാൽ, മാ തഅരീഫുൽ ഇസ്ലാം, ഇസ്ലാം എന്നതിൻ്റെ നിർവചനം എന്താണ്? ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്ന് നിന്നോട് ചോദിക്കപ്പെട്ടാൽ, ഫഖുൽ, നീ പറയുക, ഹുവൽ ഇസ്തിസ്ലാമു ലില്ലാഹി ബിത്തൗഹീദ്, അത് അള്ളാഹുവിനെ തൗഹീദ് കൊണ്ട്, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടലാകുന്നു. അള്ളാഹുവിനെ കീഴ്പ്പെടണം, അള്ളാഹുവിനെ മാത്രം ആരാധിച്ചുകൊണ്ട്. വൽ ഇൻഖിയാദു ലഹു ബിത്താഅ, അതുപോലെ അനുസരിച്ചുകൊണ്ട് അടിയറവ് പറയലാണ്. എന്ത് പറഞ്ഞോ ഞാൻ അനുസരിക്കാം, അനുസരണ കൊണ്ട് അടിയറവ് പറയലാണ്. വൽ ഖുലൂസു മിനശ്ശിർക്ക്, അതുപോലെ ശിർക്കിൽ നിന്നും മുക്തമാവലാണ്. ശിർക്കിൽ നിന്നും മുക്തമാവലാണ്. ഇതാണ് ശൈഖ് യഹ്യ ഹഫിളഹുല്ലാഹ് അദ്ദേഹം കൊടുത്ത തഅരീഫ്. വദ്ദലീൽ, അതിനുള്ള തെളിവെന്താണ്? ഖൗലുല്ലാഹി തആല, അല്ലാഹുവിൻ്റെ വാക്കാണ്. ഫഇലാഹുക്കും ഇലാഹുൻ വാഹിദ്, നിങ്ങളുടെ റബ്ബ് അവൻ ഏക ഇലാഹാകുന്നു. നിങ്ങൾക്ക് നിങ്ങളുടെ ഇലാഹ്, നിങ്ങൾക്ക് ആരാധനക്കർഹനായിട്ടുള്ളവൻ ആരാണ്? ഒരൊറ്റ ഇലാഹാകുന്നു. ഫലഹു അസ്ലിമു, അവന് നിങ്ങൾ കീഴൊതുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, വബശ്ശിരിൽ മുഖ്ബിതീൻ, മുഖ്ബിതീങ്ങൾക്ക് നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കുക. ആരാണ് മുഖ്ബിതീങ്ങൾ? അവരാണ് വിനയാന്വിതർ, വിനയമുള്ളവർ. വിനയമുള്ളവർക്ക് നീ സന്തോഷ വാർത്ത അറിയിക്കുക. അതുപോലെ തന്നെ മറ്റൊരു തെളിവാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി, അല്ലയോ മുഅ്മിനീങ്ങളെ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ, നിങ്ങൾ മുസ്ലിമീങ്ങളായിക്കൊണ്ടല്ലാതെ മരിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഉപദേശിച്ചതാണ്. അപ്പോൾ സഹോദരങ്ങൾ, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമ്മൾ ഇസ്ലാമിൻ്റെ ആളുകളാണ്. അതെന്താണ്? അത് എന്താണ്? അത് ഇതാണ്, 3 കാര്യങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിനുള്ള തൗഹീദ് കൊണ്ട് അള്ളാഹുവിനെ കീഴ്പ്പെടുക. അതുപോലെ തന്നെ അള്ളാഹുവിനുള്ള അനുസരണം കൊണ്ട് അടിയറവ് വെക്കുക. അടിയറവ് വെക്കുക, ഇൻഖിയാദ് എന്ന് പറഞ്ഞാൽ അള്ളാഹു എന്ത് പറഞ്ഞോ അതനുസരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നമാ കാന ഖൗലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ സംസാരം ഇതായിരിക്കും. മുഅ്മിനീങ്ങളുടെ സംസാരം എന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഇദാ ദുഉ ഇലല്ലാഹ്, അവരെ അള്ളാഹുവിലേക്ക് വിളിക്കപ്പെട്ടാൽ, ഇലല്ലാഹി വ റസൂലി, അള്ളാഹുവിലേക്കും റസൂലിലേക്കും വിളിക്കപ്പെട്ടാൽ, ലിയഹ്കുമ ബൈനഹും, അവർക്കിടയിൽ തീർപ്പ് കൽപ്പിക്കപ്പെടാൻ വേണ്ടി,
വിളിക്കപ്പെട്ടാൽ അൻ യഖൂലു സമിഅനാ വഅതഅനാ, ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു, കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് പറയലായിരിക്കും. സമിഅനാ വഅതഅനാ, എന്താണ് അവരുടെ വാക്കുണ്ടാവുക? ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്നതായിരിക്കും അവരുടെ വാക്ക്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിളിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ള വിളിച്ചു കഴിഞ്ഞാൽ, ഒരു കാര്യത്തിൻ്റെ നിയമത്തിന് വിധിക്ക് വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് വേറെ വർത്താനൊന്നും ഉണ്ടാവില്ല. അതെന്തായിരിക്കും? സമിഅനാ വഅതഅനാ എന്ന് പറയലായിരിക്കും. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവരാകുന്നു വിജയികൾ, അവരാണ് വിജയികൾ. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വിളിച്ചാൽ, അള്ളാഹു വിളിച്ചാൽ, യാ അയ്യുഹല്ലദീന ആമനു സ്തജീബൂ ലില്ലാഹി വലിർറസൂൽ, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അല്ലയോ മുഅ്മിനീങ്ങളെ, അള്ളാഹുവും റസൂലും ഇദാ ദഅാകും ലിമാ യുഹ്യീകും, നിങ്ങളെ ജീവിപ്പിക്കുന്ന ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, ഇസ്തജീബു, നിങ്ങളതിന് മറുപടി കൊടുക്കണം. ഒരു കാര്യത്തിന് വേണ്ടി വിളിച്ചാൽ, നിങ്ങളെ ജീവിപ്പിക്കുന്ന കാര്യം, നിങ്ങൾക്ക് ജീവൻ നൽകുന്ന കാര്യത്തിന് വേണ്ടി അള്ളാഹുവും റസൂലും വിളിച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളതിന് മറുപടി കൊടുക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. وفي حديث جابر رضي الله عنه الذي أخرجه البخاري, ഇമാം ബുഖാരി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്ന ഹദീസിൽ ജാബിർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, جاءت ملائكة إلى النبي صلى الله عليه وسلم وهو نائم فقال بعضهم إنه نائم وقال بعضهم إن العين نائمة والقلب يقظان. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ഒരിക്കൽ അദ്ദേഹം ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കുറച്ച് മലക്കുകൾ വന്നു. അപ്പോൾ അവരിൽ ചിലർ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയാണ്. അപ്പോൾ മറ്റു ചിലർ പറഞ്ഞു അദ്ദേഹം ഉറങ്ങുകയാണ്, അദ്ദേഹത്തിൻ്റെ കണ്ണുകളാണ് ഉറങ്ങുന്നത്, ഹൃദയം ഓർമ്മയിലാണ്. فقالوا إن لصاحبكم هذا مثلا فاضربوا له مثلا. അപ്പോൾ അവർ മലക്കുകൾ പറഞ്ഞു, ഈ ആൾക്ക്, നമ്മളുടെ ഈ ആൾ ചങ്ങാതിക്ക് എന്തുണ്ട്, ഒരു ഉപമയുണ്ട്, ആ ഉപമ ആൾക്ക് വിവരിച്ചു കൊടുക്ക്. ആർക്ക്? ഈ ഉറങ്ങുന്ന റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിച്ചു കൊടുക്ക്. فقال بعضهم إنه نائم وقال بعضهم إن العين نائمة والقلب يقظان. അപ്പോൾ അവർ പറഞ്ഞു, ചിലർ പറഞ്ഞു ആൾ ഉറങ്ങുകയാണ്. അപ്പോൾ മറ്റൊരു പറഞ്ഞു ആൾ കണ്ണാണ്, റസൂലിൻ്റെ കണ്ണാണ് ഉറങ്ങുന്നത്, ഖൽബ് ഉണർച്ചയിലാണ്. فقالوا مثله كمثل رجل بنى دارا وجعل فيها مأدبة وبعث داعيا فمن أجاب الداعي دخل الدار وأكل من المأدبة ومن لم يجب الداعي لم يدخل الدار ولم يأكل من المأدبة. ഇദ്ദേഹത്തിൻ്റെ ഉപമയെന്ന് പറഞ്ഞാൽ അതൊരു ആളെപ്പോലെയാണ്. ആ ആൾ ഒരു വീടുണ്ടാക്കിയിട്ട് ഒരു വിരുന്ന് വിളിച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഒരു ആളെ, ദൂതനെ അയച്ചു. എന്തിന്? ഈ വിരുന്നിലേക്ക് വിളിക്കാൻ വേണ്ടി ഒരു ദൂതനെ അയച്ചു. എല്ലാവരും വിളിച്ചുകൊണ്ട് വരിക. എവിടേക്ക്? വീട്ടിലേക്ക്, വിരുന്നിന്. ആരൊക്കെ ആ വിളിക്കാരൻ്റെ അല്ലെങ്കിൽ ആ ക്ഷണിക്കുന്ന ആളുടെ വിളി സ്വീകരിച്ചുവോ അവരെല്ലാം ആ വീട്ടിൽ പ്രവേശിക്കുകയും അവർ ആ വിരുന്ന് കഴിക്കുകയും ചെയ്തു. ആരൊക്കെ അത് വിളിക്ക് ഉത്തരം നൽകിയില്ലയോ അവർ വീട്ടിൽ കയറിയുമില്ല, അവർക്ക് വിരുന്ന് ലഭിച്ചുമില്ല. ഇതാണ് ഉപമ. ഫഖാലു അവ്വലുഹാ ലഹു യഫ്ഖഹ. അപ്പോൾ ചില മലക്കുകൾ പറഞ്ഞു, ഇത് അദ്ദേഹത്തിന് വിവരിച്ചു കൊടുക്ക്, വിശദീകരിച്ചു കൊടുക്ക്, ഈ ഉപമ മനസ്സിലാകട്ടെ. فقال بعضهم إنه نائم فقال بعضهم إن العين نائمة والقلب يقظان. അപ്പോൾ ചിലർ പറഞ്ഞു ആൾ ഉറങ്ങല്ലേ, പറഞ്ഞു അദ്ദേഹത്തിൻ്റെ കണ്ണാണ് ഉറങ്ങുന്നത്, ഖൽബ് ഉണർച്ചയിലാണ്. فقالوا فالدار الجنة. അപ്പോൾ അവർ പറഞ്ഞു, എന്നാൽ വീടെന്ന് പറഞ്ഞാൽ അത് സ്വർഗമാണ്. വദ്ദാഇ മുഹമ്മദ്, ഈ വിളിക്കാൻ വേണ്ടി പറഞ്ഞയച്ച ആൾ മുഹമ്മദാണ്. ഫമൻ അതാഅ മുഹമ്മദൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഫഖദ് അതാഅ അല്ലാഹ്. ആരാണോ ഈ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിച്ചത് അവൻ അല്ലാഹുവിനെ അനുസരിച്ചിരിക്കുന്നു. വമൻ അസാ മുഹമ്മദൻ ഫഖദ് അസ അല്ലാഹ്. ആരാണോ മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ധിക്കരിച്ചത് അവൻ അല്ലാഹുവിനെ ധിക്കരിച്ചിരിക്കുന്നു. വമുഹമ്മദുൻ ഫർഖുൻ ബൈനന്നാസ്. മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്കിടയിലുള്ള ഫർഖാകുന്നു, അനുസരിച്ചവനും അനുസരിക്കാത്തവനും. ജനങ്ങളിൽ റസൂലിനെ അനുസരിച്ചവൻ മുഅ്മിൻ, അല്ലാത്തവൻ കാഫിർ.
മനസ്സിലാവുന്നു? അവൻ സ്വർഗത്തിൽ പ്രവേശിക്കും, അല്ലാത്തവൻ നരകത്തിലും. വേറൊരു ഹദീസ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, എന്ത്? എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, നിരസിച്ചവരൊഴികെ. ആരാണ് നിരസിച്ചവർ? മൻ അതാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ. ആരാണോ എന്നെ അനുസരിച്ചത് അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു, ആരാണോ എന്നെ ധിക്കരിച്ചത് അവനാണ് നിരസിച്ചത്, കയറാൻ വിസമ്മതിച്ചത്, സ്വർഗത്തിൽ കയറാൻ വിസമ്മതിച്ചത്. എത്ര ഈസിയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ദീൻ. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈസി ആയിട്ടുള്ള കാര്യമാണെന്ത്? ദീൻ അനുസരിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ. പക്ഷെ അത് അവനെന്ത് ചെയ്തു? അവൻ ശൈത്താന്റെ വിളി കേട്ട് അതിനെ പ്രയാസമായി കണ്ട് അങ്ങനെ അതിനനുസരിക്കാതിരുന്നു. ഒരു കുഴപ്പവും അവനെ സംബന്ധിച്ചിടത്തോളം ദീനനുസരിച്ച് നടന്നാലുണ്ടാവുകയില്ല. ഒരു ദീനുമില്ലാത്ത ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്. ഒരു ദീനുമില്ലാത്ത ആളുകൾ പട്ടിണി കിടക്കുന്നുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട്, രോഗങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ദീനനുസരിച്ച് ജീവിച്ചാലേ പട്ടിണി കിടക്കുന്നുണ്ടെങ്കിൽ അവർ കിടക്കരുതായിരുന്നു. ദീനനുസരിച്ച് നടന്നാലേ പ്രയാസങ്ങൾ വരുമെങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ അനുഭവിക്കാൻ പാടില്ലായിരുന്നു. പിന്നെന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവൻ ദീനിനെ അനുസരിക്കാത്തത്? അവൻ്റെ നിരാശമാണത്. അവൻ നിരസിച്ചതാണ്, അവൻ സ്വർഗത്തിൽ പോകാൻ നിരസിച്ചതാണ്. അതല്ലാതെ വേറൊരു കാരണവും അവനില്ല എന്ന് പറഞ്ഞ കാര്യം മനസ്സിലായല്ലോ. ദീനനുസരിച്ചാൽ പട്ടിണി കിടക്കേണ്ടി വരും എന്ന പേടി കൊണ്ടാണോ നീ ദീനിലേക്ക് വരാത്തത്? എങ്കിൽ ദീനനുസരിക്കാത്തവനോട് പട്ടിണി കിടക്കുന്നുണ്ട്. അപ്പൊ അതല്ല പട്ടിണി കിടക്കാനുള്ള കാരണം. പട്ടിണി കിടക്കാനുള്ള കാരണം ദീനല്ല. അതല്ലെങ്കിൽ പ്രയാസങ്ങൾ വരാനുള്ള കാരണം ദീനല്ല. എത്രയോ രോഗികളുണ്ട്, പ്രയാസം ജീവിതകാലം തുടങ്ങിയത് മുതൽ അവസാനം വരെ കാഫിറായിട്ടുള്ള എത്രയോ രോഗികളുണ്ട്. ദീൻ കൊണ്ടാണോ? അല്ല, ദീൻ ഒരിക്കലും പ്രയാസപ്പെടാനുള്ള കാരണമല്ല. മറിച്ച് ദീനിലായാലും പ്രയാസം ഉണ്ടാവും, ഇല്ലെങ്കിലും പ്രയാസമുണ്ടാവും. ദീനിലാണെങ്കിൽ ആ പ്രയാസങ്ങൾക്കെല്ലാം കൂലിയുണ്ട്, ഇല്ലെങ്കിൽ ഇവിടെയും പ്രയാസം അവിടെയും പ്രയാസം. ഈ ഒരു വ്യത്യാസം മാത്രം. നാം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ മറ്റൊരു ആയത്തിൽ എന്താണത്? അടുത്ത തെളിവ്, യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ ഹഖ്ഖ തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. അല്ലയോ മുഅ്മിനീങ്ങൾ, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കേണ്ട മുറപ്രകാരം സൂക്ഷിക്കുക. നിങ്ങൾ മുസ്ലിമീങ്ങളല്ല ആയിക്കൊണ്ടല്ലാതെ മരണപ്പെടരുത്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല മുഅ്മിനീങ്ങളോട് അവനെ സൂക്ഷിക്കാൻ വേണ്ടി കൽപ്പിച്ച കാര്യമാണ്. ചില ഉലമാക്കൾ പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുക, മുസ്ലിമായിക്കൊണ്ട് മരിക്കാൻ വേണ്ടി തയ്യാറാവുക എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? മഅനാഹു അൻ യുദ്കറ ഫലാ യുൻസ. അതിൻ്റെ അർത്ഥം അവനെപ്പോഴും ഓർമ്മിക്കുക, അവനെ മറക്കാതിരിക്കുക. വഅൻ യുതാഅ ഫലാ യുസ, അവനെ അനുസരിക്കുക, അവനെ ധിക്കരിക്കാതിരിക്കുക. വഅൻ യുഷ്കറ ഫലാ യുക്ഫർ, അവന് നന്ദി കാണിക്കുക, നന്ദികേട് കാണിക്കാതിരിക്കുക എന്നതാണ്. സഹോദരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഓർമ്മിക്കാനും നന്ദി കാണിക്കാനും നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട്. മറ്റുവല്ലം പറഞ്ഞോ? നന്ദി കാണിക്കാൻ തന്നെയല്ല പറഞ്ഞു. അടുത്തതായ ഷെയ്ഖ് അബ്ദുൽ ഹമീദ് അൽ ഹജൂരി ഹഫിളഹുല്ലാഹ് ഇസ്ലാമിൻ്റെ ചില ഫദായിലുകൾ, ശ്രേഷ്ഠതകൾ പറയുന്നുണ്ട്. നമുക്കൊന്ന് കുറച്ച് വിശദമായിട്ടെടുത്താൽ കുഴപ്പമില്ലല്ലോ. ഇസ്ലാമിൻ്റെ 10 ശ്രേഷ്ഠതകൾ അദ്ദേഹം പറയുന്നുണ്ട്. ഇസ്ലാം എന്താണെന്ന് നമ്മൾ കേട്ടു. ഇസ്ലാമിൻ്റെ 10 ശ്രേഷ്ഠതകൾ. ഒന്നാമത്തത് അന്നഹു ദീനുല്ലാഹിൽ ഹഖ്. ഒന്നാമത്തത് അള്ളാഹുവിൻ്റെ ശരിയായ ദീനാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖാല അല്ലാഹു തആല ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം. അള്ളാഹുവിൻ്റെ അടുക്കൽ ദീൻ എന്നാൽ അത് ഇസ്ലാമാണ്. ഇസ്ലാമിൻ്റെ ഒന്നാമത്തെ ഫദ്ൽ എന്താണ്? അത് സത്യമാണ്. വേറൊരു ആൾക്കും അത് അവകാശപ്പെടാനില്ല. രണ്ടാമത്തത് താനി അന്നഹു ഖദ് ഇത്തഫഖ ഫി ദഅവതി ഇലൈഹി ജമീഉർ റുസുൽ. എല്ലാ ദൂതന്മാരും ഇസ്ലാമിലേക്കാണ് മനുഷ്യരെ ക്ഷണിച്ചിട്ടുള്ളത്. ഈസാ അലൈഹിസ്സലാമും, അതായത് അവർ ജീസസ് എന്ന് വിളിക്കുന്ന നബിയും, മോശ എന്ന് വിളിക്കുന്ന നബിയും, അതുപോലെ തന്നെ ദാവൂദ് എന്ന്, ഡേവിഡ് എന്നവർ വിളിക്കുന്നവരും, അബ്രഹാം എന്ന് വിളിക്കുന്നവരും എല്ലാവരും ക്ഷണിച്ചിട്ടുള്ളത് ഏതിലേക്കാണ്? ഇസ്ലാമിലേക്കാണ്. എല്ലാ നബിമാരും ഇസ്ലാമിലേക്കാണ് ക്ഷണിച്ചിട്ടുള്ളത്. ഒരിക്കലും ക്രിസ്ത്യാനിറ്റിയിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഈസാ അലൈഹിസ്സലാം ക്ഷണിച്ചിട്ടില്ല.
മൂസ അലൈഹി സ്വലാം എന്തായാലും ക്ഷണിച്ചിട്ടില്ല. കാരണം എന്താണ്? മൂസ അലൈഹി സ്വലാമിന് ശേഷമാണ് ഈസാ അലൈഹി സ്വലാം വന്നത്. ഇനി ജൂദായിസത്തിലേക്ക് എന്ത് ചെയ്തിട്ടില്ല? ഇബ്രാഹിം നബി അലൈഹി സ്വലാം ക്ഷണിച്ചിട്ടില്ല. കാരണം ജൂദായിസത്തിന്റെ നബിയായ മൂസ അലൈഹി സ്വലാം എന്ത് ചെയ്തിട്ടില്ല? അന്ന് ജനിച്ചിട്ടില്ല. മൂസ അലൈഹി സ്വലാമും ഇബ്രാഹിം നബിയും സുലൈമാൻ അലൈഹി സ്വലാമും ദാവൂദ് അലൈഹി സ്വലാമും ഏത് നബിയാകട്ടെ അവരെല്ലാവരും ക്ഷണിച്ച ഒരൊറ്റ മതത്തിലേക്കാണ്. അതേതാണ്? ഇസ്ലാമിലേക്കാണ്. അവരെല്ലാവരും ക്ഷണിച്ചത് ഇസ്ലാമിലേക്കാണ്. അതൊരാൾക്കും തർക്കിക്കാൻ സാധിക്കുകയില്ല. ഒരാൾക്കും തർക്കിക്കാൻ സാധിക്കില്ല. കാരണം അവർക്കൊക്കെ അറിയാം ഈ മതങ്ങളൊക്കെ ആ നബിമാർ വന്ന് മരണപ്പെട്ടതിന് ശേഷം അവരുടെ ആളുകൾ ഉണ്ടാക്കിയിട്ടുള്ളതാണെന്ന് എല്ലാവർക്കും അറിയാം. അവർ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. മൂന്നാമത്തെ കാര്യം അന്ന ബിഹി സലാഹുദ്ദുനിയാ വൽ ആഖിറ. ദുനിയാവിലെയും ആഖിറത്തിലെയും ഗുണം അത് ഇസ്ലാം കൊണ്ടേ നടക്കൂ. ദുനിയാവിലെയും ആഖിറത്തിലെയും ഗുണം, ആഖിറത്തിലെ ഗുണം നമുക്കറിയാം. എന്താണ് ദുനിയാവിലെ ഗുണം? ഒരു മനുഷ്യനെ മനുഷ്യനാക്കാൻ ഇസ്ലാം കൊണ്ടേ സാധിക്കും. ചില ആളുകൾ പറയും മതം ഏതായാലും മനുഷ്യൻ നന്നായാൽ മതി. മനുഷ്യൻ നന്നാവണമെങ്കിൽ മതം നന്നാവണം. മനുഷ്യൻ നന്നാവണമെങ്കിൽ മതം നന്നാവണം. മതം നന്നാവാതെ എങ്ങനെ മനുഷ്യൻ നന്നാവാം? ചില മതങ്ങളിൽ എന്തുണ്ട്? ആളുകളെ കൊല്ലാം, ആളുകളെ ബലിയിറക്കാം. ചില മതങ്ങളിൽ ആളുകളെ തിന്നാം. അപ്പൊ അവന്റെ മതം നന്നായാൽ, അല്ല മനുഷ്യൻ നന്നായാൽ, അവന്റെ മതവും കൊണ്ട് കിടന്നാൽ മനുഷ്യൻ നന്നാവുമോ? നന്നാവില്ല. ചില ആളുകൾ പറഞ്ഞു മതം ഒഴിവാക്കിയാൽ മനുഷ്യൻ നന്നാവും. അങ്ങനെ പറഞ്ഞു ചില ആളുകൾ. ഇന്ന് ഏറ്റവും വൃത്തികെട്ട മനുഷ്യന്മാർ അവരാണ്. ലോകത്തെ ഏറ്റവും വൃത്തികെട്ട മനുഷ്യൻ ഏതാന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളായിട്ട് ഉത്തരം പറയാം, മതമില്ലാത്തവരാണ്. അവർ പറഞ്ഞു തുടങ്ങി വന്നത് എങ്ങനെയാണ്? മതമാണ് മനുഷ്യനെ നശിപ്പിക്കുന്നത്. എന്നിട്ടോ ലോകത്തെ ഏറ്റവും നശിച്ചൊരു വിഭാഗമായി അവർ മാറി. അതായത് ഒരു ദുഹൂക്ക, ഒരു കളിപ്പാവയായി, ഒരു കോമാളികളായി അവർ മാറി. എത്രത്തോളം എന്ന് പറഞ്ഞാൽ കുറച്ചു കാലം മുമ്പ് വരെ മെന്റലി ഡിസോർഡർ എന്ന് പറഞ്ഞിരുന്ന പരിപാടിയാണ് ഇന്നത്തെ കാലത്ത് അവരുടെ ജീവിതം. മെന്റൽ ഡിസോർഡറുകൾ. എന്താണ് മെന്റൽ ഡിസോർഡർ? ഒരു ഭ്രാന്തൻ എങ്ങനെയായിരിക്കും? അതാണ് അവരുടെ ജീവിതം. എന്നിട്ട് എന്താ ചെയ്തത്? ഞങ്ങളുടെ ജീവിതത്തിന് മെന്റൽ ഡിസോർഡർ എന്ന് പറഞ്ഞോ, അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യുക? സമരം ചെയ്തു. മെന്റൽ ഡിസോർഡർ എന്നുള്ള പേരിൽ നിന്ന് അവരുടെ പേര് വെട്ടി. അവരുടെ ജീവിതം ഇനി മുതൽ ഇതിനെ ഭ്രാന്ത് എന്ന് വിളിക്കാൻ പാടില്ല. ഇനി മുതൽ ഇതിനെ ഭ്രാന്ത് എന്ന് വിളിക്കാൻ പാടില്ല. ഉദാഹരണത്തിന് നമ്മൾ റോട്ടിൽ കൂടെ ഇങ്ങനെ നടക്കുന്ന ആൾക്കാർ ഒരു 10-15 എണ്ണം ഒരുമിച്ച് കൂടി സമരം നടത്തുകയാണ്. ഞങ്ങളെ ഇനി മുതൽ ഭ്രാന്ത് എന്ന് വിളിക്കാൻ പാടില്ല, മറിച്ച് ഭ്രാന്തന്മാരാരാണ്? അവിടെ നന്നായിട്ട് പഠിക്കുകയും അതുപോലെ തന്നെ ദീനനുസരിച്ചാണ് അവരെ ഭ്രാന്തന്മാർ വിളിക്കുക. അപ്പോൾ സമരം നടത്തി ഇത് കേൾക്കാനുള്ളവർ അതിനേക്കാൾ ഉഷാറാണ്. അവരത് സമ്മതിച്ചു കൊടുക്കുകയും ചെയ്തു. അപ്പം ഇനി മുതൽ ഭ്രാന്തന്മാരാരാണ്? ഇതുവരെ ഭ്രാന്തില്ല എന്നറിയപ്പെട്ടവർ ഭ്രാന്തന്മാരും, ഇതുവരെ ഭ്രാന്തന്മാരെന്നറിയപ്പെട്ടവർ ബുദ്ധിമാന്മാരുമായി. സമരം നടത്തിയാൽ മതി. മനസ്സിലാവുന്നുണ്ടോ? അതായത് ഭ്രാന്ത് എന്ന് ലോകം അംഗീകരിച്ച കാര്യങ്ങൾ ദീനില്ലാതായപ്പോൾ അവർക്ക് എന്തായി മാറി? അവർക്ക് നല്ല കാര്യങ്ങളായി മാറി. അപ്പൊ ഇസ്ലാം അത് ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ ഇസ്ലാം അതുകൊണ്ടേ ദുനിയാവും ആഖിറവും നന്നാവുകയുള്ളൂ. ആഖിറത്തിന്റെ കാര്യം നമുക്കറിയാം, ദുനിയാവും അതുകൊണ്ടേ നന്നാവുകയുള്ളൂ. മതം നന്നായാലേ മനുഷ്യൻ നന്നാവും. മനുഷ്യൻ നന്നായത് കൊണ്ട് എന്താവില്ല? കാര്യം നടക്കൂല. അല്ലെങ്കിൽ മനുഷ്യൻ നന്നാവുക എന്നത് മതം മോശമായി നടക്കുന്ന കാര്യം അല്ല. മനസ്സിലാവുന്നുണ്ടോ? കൂടുതൽ വിശാലായി പോയ എവിടക്കോ എന്തൊക്കെയോ പല വിഷയങ്ങളുണ്ട്. പലരും അത്ഭുതപ്പെടുന്നു ചില നാടുകളെ കുറിച്ച്. എന്താണ്? അതിനെ ആരാധിക്കുന്നോ, ഇതിനെ ആരാധിക്കുന്നോ, പശുവിനെ ആരാധിക്കുന്നോ, എലിയെ ആരാധിക്കുന്നോ എന്നൊക്കെ പറയും ആളുകൾ. അവർ അത്ഭുതമാണ്. ഇപ്പോൾ അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവരാദ്യമായിട്ടായിരിക്കും ജീവിതത്തിൽ കേൾക്കുക. എലിനെ ആരാധിക്കുന്ന ആൾ, എലിനെ ആരാധിക്കുക, സുബ്ഹാനല്ലാഹ്, അവർ ചിന്തിച്ചന്തം വിടും. മനസ്സിലാവുന്നുണ്ടോ? ഇത് അതുപോലെ തന്നെ പല കാര്യങ്ങളും. കുരിശിനെ ആരാധിക്കുന്നവരുണ്ട്, അതുപോലെ തന്നെ വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരുണ്ട്, മരിച്ചുപോയ മഹാന്മാരുടെ ഖബറുകളെ ആരാധിക്കുന്നവരുണ്ട്. ഇതൊക്കെ എവിടെയാണ് പ്രശ്നം പറ്റുന്നത്? നന്നാവേണ്ടത് എന്താണ്? മതമാണ്. മതമില്ലെങ്കിൽ എന്തും ആകാമെന്ന്, അല്ലെങ്കിൽ മനുഷ്യൻ നന്നാവുമെന്ന് പറഞ്ഞവരാണ് ലോകത്ത് ഏറ്റവും ഇന്ന്
മോശമായത്. നാലാമത്തെ കാര്യം, അതുകൊണ്ടാണ് മനുഷ്യന്റെ ജീവിതം അത് യഥാർത്ഥ രൂപത്തിൽ പോകുന്നത്. ആ ദീനില്ല എങ്കിൽ മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. മനുഷ്യനും മൃഗവും തമ്മിൽ ഒരു വ്യത്യാസവും ഇല്ല. ഇന്ന് മതമില്ല എന്ന് പറഞ്ഞ് ജീവിക്കുന്നവരുടെ പ്രധാന ദഅവത്ത് എന്താണ്? ഞങ്ങൾ മനുഷ്യന്മാർ, ഞങ്ങൾ പട്ടികൾ, പൂച്ചകൾ, കാളകൾ, അതും തമ്മിൽ ഞങ്ങളൊരു ബന്ധമില്ല, ഞങ്ങൾക്ക് ഒരു വ്യത്യാസമില്ല. ഇതൊരു ദഅവത്തായി കൊണ്ടുനടക്കാം. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നതല്ല, അവരെ കളിയാക്കുന്നതല്ല. നിങ്ങൾ മൃഗങ്ങളെ പോലെയാണ് എന്ന് പറഞ്ഞിട്ട് അവരെ കളിയാക്കല്ല, മറിച്ച് അവർ പറയാണ് ഞങ്ങൾ മൃഗങ്ങളാണ്, അല്ലെങ്കിൽ ഞങ്ങൾ സംസാരിക്കുന്ന മൃഗങ്ങളാണ്, അതല്ലാതെ ഞങ്ങൾക്കും മൃഗങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസമില്ല എന്ന് സ്വയം അഭിമാനം നടിക്കുക. മനസ്സിലായുണ്ടോ? ഇതാണ് മതമില്ലാതായാലുള്ള, അതായത് ദീൻ ഇസ്ലാമില്ലാതായാലുള്ള അവസ്ഥ. അതുപോലെ തന്നെ അഞ്ചാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെട്ടതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന. ഇസ്ലാമിനെ ഞാൻ നിങ്ങൾക്ക് ദീനായി തൃപ്തിപ്പെട്ടു തന്നിരിക്കുന്നു. ആറാമത്തെ കാര്യം മഹ്ഫൂദാണ്. ഇത് സേവ് ചെയ്യപ്പെട്ട, അതായത് ഒരു നിലക്കും മാറ്റത്തിരുത്തലുകളില്ലാത്ത, എന്നും പ്രിസർവ്ഡ് ആയിട്ടുള്ള മതമാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് ഇറക്കി കൊടുത്തത് മുതൽ ഇന്ന് വരെ, ലോകാവസാനം വരെ ഈ മതം ഇങ്ങനെ തന്നെ നിലനിൽക്കും. ഒരു കൂട്ടം അതിൻ്റെ പ്യൂരിറ്റിയോടുകൂടി തന്നെ നിലനിൽക്കും. ദീനിൽ ഒരു കൂട്ടം, മുസ്ലിമീങ്ങളിൽ ഒരു കൂട്ടം അതിൻ്റെ പ്യൂരിറ്റിയോടുകൂടി തന്നെ നിലനിൽക്കും, ഒരു കലർപ്പുമില്ലാതെ. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നാ നഹ്നു നസ്സൽന ദിക്റ വ ഇന്നാ ലഹു ലഹാഫിളൂൻ. ഏഴാമത്തെ കാര്യം, ഫിത്രത്തുമായി യോജിക്കുന്ന മതമാണിത്. മനുഷ്യന്റെ ഫിത്രത്തുമായി യോജിക്കുന്ന മതമാണിത്. ആണ് വേറെ പെണ്ണ് വേറെ എന്ന് മനുഷ്യന് പുസ്തകത്തിൽ എഴുതി കൊടുത്തിട്ട് വേണം പഠിക്കാൻ? വേണ്ട, അതിൻ്റെ ആവശ്യമില്ല. പക്ഷെ ഇന്ന് പുസ്തകത്തിൽ എഴുതി കൊടുത്ത് പഠിപ്പിക്കുകയാണ് ആണും പെണ്ണും വേറെ വേറെ അല്ല ഒന്നാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫിത്രത്ത് എന്താണ്? ആണ് വേറെ പെണ്ണ് വേറെ എന്ന ബോധമാണ് ഫിത്രത്ത്. ഇസ്ലാം അത് പഠിപ്പിച്ചു. എന്നാൽ മതമില്ല എന്ന് പറഞ്ഞവനോ അത് എങ്ങനെയെങ്കിലും കളയാൻ നോക്കുക. ഇത് മാത്രമല്ല, ഏതൊക്കെ വിഷയങ്ങളിലും ഫിത്രത്തിനോട് യോജിക്കുന്നത് ഏതാണ്? ഇസ്ലാം മാത്രമാണ്. അതുപോലെ തന്നെ സൽസ്വഭാവത്തിലേക്ക് വിളിക്കുന്ന ദീനാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ ബുഇത്തു ലിഉതമ്മിമ സാലിഹൽ അഖ്ലാഖ്. ഞാൻ പറഞ്ഞയക്കപ്പെട്ടിട്ടുള്ളത് സൽസ്വഭാവം അതിനെ പൂർത്തീകരിക്കുവാൻ വേണ്ടിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതിൻ്റെ ഉദാഹരണങ്ങൾ നമ്മൾ പറയേണ്ട ആവശ്യമില്ല. ഒമ്പതാമത്തത്, ഏറ്റവും നീതിപൂർവമായ ദീനാണിത്. പത്താമത്തത്, ഈ മതത്തിൽ ശ്രേഷ്ഠത തീരുമാനിക്കുന്നത് തഖ്വയുടെ അടിസ്ഥാനത്തിലാണ്. മറ്റു പലർക്കും ശ്രേഷ്ഠത തീരുമാനിക്കാൻ പല അളവുകോലുകളുമുണ്ട്. വെളുത്തവൻ, പണക്കാരൻ, രാജ്യമിന്നത്, അതുപോലെ തന്നെ ശരീരം വലിപ്പമുള്ളവൻ, ശക്തിയുള്ളവൻ, ഇതൊന്നുമല്ല ഇസ്ലാമിൽ അളവുകോൽ. മറിച്ച് അളവുകോൽ ഇസ്ലാമിൽ എന്താണ്? തഖ്വയുടെ അടിസ്ഥാനത്തിലാണ് ശ്രേഷ്ഠത. ഏറ്റവും തഖ്വയുള്ളവനാരാണ്? അവനാണ് ശ്രേഷ്ഠൻ. ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. ഇത് 10 മാത്രമാണ്. ഇസ്ലാമിൻ്റെ ശ്രേഷ്ഠകൾ 10 തീരുന്നതല്ല. ഇലാഹുന വല്ലാഹു തആല അലം വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.